നമസ്കാരം. നിയമസഭ അംഗീകരിച്ച ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ വൈകിപ്പിച്ച തമിഴ്നാട് ഗവർണർ RN രവിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ആ ഹർജിയിൽ ഇന്നലെ സുപ്രീം കോടതി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവ് സത്യത്തിൽ രാജ്യത്തെ എല്ലാ ഗവർണർമാർക്കും ബാധകമാണ്. അതായത് സർക്കാരിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം ഗവർണർമാർ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്തായാലും സുപ്രീം കോടതിയുടെ ആ വിധി പകർപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: ഒരു ബില്ല് വീണ്ടും നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയാൽ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി 10 ബില്ലുകൾ നീക്കിവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ്. ബില്ലിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് മുന്നിൽ 3 സാധ്യതകളുണ്ട്. 1, അനുമതി നൽകുക; 2, അനുമതി നിഷേധിക്കുക; 3, ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുക. ഗവർണർ അനുമതി നിഷേധിച്ചാൽ ആർട്ടിക്കിൾ 200-ലെ ആദ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന നടപടി എത്രയും വേഗം അദ്ദേഹം പിന്തുടരണം. ബില്ല് ഗവർണർക്ക് നൽകിയാൽ ആർട്ടിക്കിൾ 200-ലെ ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആർട്ടിക്കിൾ 200 പ്രകാരം വീറ്റോ അനുവദനീയമല്ല. ഒരു ബില്ല് വീണ്ടും നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയാൽ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല. ഗവർണർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്ന് കോടതി ഇതിൽ വിമർശിക്കുന്നുണ്ട്. ബില്ല് തടഞ്ഞു വെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനായോ തീരുമാനിക്കുകയാണെങ്കിൽ 1 മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണം. 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കേണ്ടതാണ്. സംസ്ഥാനത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞു വെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിച്ചാൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്നും കോടതി പറയുന്നു. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് യാതൊരു വിവേചനാധികാരവുമില്ല. ആർട്ടിക്കിൾ 200 ഇളവ് ലഭിക്കുന്നതല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. കേരളത്തിനും ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി എന്ന് വേണമെങ്കിൽ പറയാം. ആരിഫ് മുഹമ്മദ് ഖാനെതിരെയൊക്കെ നമ്മൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിലൊക്കെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിധിയുമായി ബന്ധപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്തായാലും സ്റ്റാലിന്റെ പ്രതികരണം ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ വിധി തമിഴ്നാടിന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു വലിയ വിജയമാണ് എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു വിജയം തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. തമിഴ്നാട് ഗവർണർ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി പലവട്ടം വ്യക്തമാക്കിയതാണ്. അതിലുപരിയായി ഈ വിധിയിൽ ബില്ലുകൾ പാസാക്കുന്നതിന് കൃത്യമായ സമയപരിധി അടക്കം നിശ്ചയിച്ചു കാണുന്നു. നിയമ നിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരായ താക്കീത് കൂടിയാണ് ഈ വിധി. അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ 23 മാസം വരെ തടഞ്ഞു വെക്കുകയും അനിശ്ചിതത്വമാക്കുകയും ചെയ്ത അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അതിനെതിരെ കേരളം നിയമ പോരാട്ടത്തിലാണ്. കേരളം ഉയർത്തിയ അത്തരം വിഷയങ്ങളുടെ പ്രസക്തിക്കും പ്രാധാന്യത്തിനുമാണ് ഈ വിധി അടിവരയിടുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയത്. എന്തായാലും അതിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കുമേറെ സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ്. കാരണം കേരളത്തിന്റെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഏകദേശം RN രവിയൊക്കെ സ്വീകരിച്ചതുപോലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു ശത്രുതാ മനോഭാവത്തോടെ കാണുന്ന ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കാതെ പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നിരവധി ഉണ്ടായിരുന്നു. നിരവധി തവണ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു നിലപാടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ അദ്ദേഹം ഗവർണറായിരുന്ന സമയത്ത് സ്വീകരിച്ചിരുന്നത്. നിരവധി തവണ അദ്ദേഹത്തിന്റെ ഇത്തരം നടപടികൾക്കെതിരെ കോടതി കയറേണ്ടി വന്നിട്ടുണ്ട്. കേരള സർക്കാർ നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് പലതിനും അംഗീകാരം നേടിയെടുത്തത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. നമ്മുടെ മുമ്പിലുണ്ട് അത്തരം കാഴ്ചകളൊക്കെ. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന സമയത്ത് തീർത്തും നമുക്കൊക്കെ നിരാശാജനകമായിട്ടുള്ള പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിനോട് അദ്ദേഹം ചെയ്ത കൊടും ചതികളൊന്നും എടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കൺമുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒരു ഗവർണർ എങ്ങനെ ആകരുത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മുടെ മുൻ ഗവർണറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം ഇങ്ങനെ ആകരുത് എന്ന്. ഇവിടെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ ക്രിമിനൽസ് എന്ന്
വരെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വിളിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് എന്നത് മാത്രമല്ല, അദ്ദേഹം പല വിഷയങ്ങളിലും സ്വീകരിച്ച നിലപാട് സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള നിലപാടായിരുന്നു. കോടതി എത്രയോ തവണ സംസ്ഥാന സർക്കാരിന്റെ ഉപദേശം കേട്ട് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോഴും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിന് പ്രവർത്തിച്ചുകൊണ്ട് ചില ആളുകളുടെ കേന്ദ്ര സർക്കാരിന്റെ BJP-യുടെ ഒക്കെ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരു ഗവർണർ പ്രവർത്തിക്കുന്ന ഒരു നിലയാണ് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് കണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം പല വിഷയങ്ങളിലും കേന്ദ്രത്തിനോടൊപ്പം നിൽക്കുന്ന സാഹചര്യം, ഒപ്പം BJP-ക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം, ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തി രംഗത്തേക്ക് വരുന്ന ആൾക്കാർക്കൊപ്പം നിൽക്കുന്ന പല രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയിൽ നമ്മൾ പോയിട്ടുള്ള ഹർജിയിലൊക്കെ എന്തായാലും ബെഞ്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി എന്തായാലും പ്രഖ്യാപിക്കും, അങ്ങനെ ഒരു ഉത്തരവുണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെ നമുക്ക് ഈ തമിഴ്നാട് സർക്കാർ പോയി നൽകിയിട്ടുള്ള ഹർജിയിൽ വന്നിട്ടുള്ള ആ ഉത്തരവ് നൽകുന്നുണ്ട് എന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല, ഒരു ഗവർണർ എങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ ഉണ്ടല്ലോ രാജേന്ദ്ര ആർലേക്കർ, അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. RSS രാഷ്ട്രീയമാണ്, BJP രാഷ്ട്രീയമാണ്. പക്ഷേ ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് സംസ്ഥാനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം എത്ര കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തിന് നൽകാനുള്ളത്. ആ സാഹചര്യത്തിലൊക്കെ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാനും കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള ഫണ്ടുകൾ നൽകാൻ വേണ്ടിയുമൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന്, മുഖ്യമന്ത്രിക്കൊപ്പം ചേർന്ന്, കേന്ദ്രമന്ത്രിമാർക്കൊപ്പം ചർച്ച നടത്താനൊക്കെ ഗവർണർ പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ട് അത് നമുക്ക് കാണാതെ പോയിക്കൂടാ. അത്തരത്തിലൊക്കെ വേണം ഒരു ഗവർണർ പ്രവർത്തിക്കാൻ എന്നാണ് പറയേണ്ടത്. സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ രാജേന്ദ്ര ആർലേക്കറിനെ കണ്ട് പഠിക്കേണ്ടതുണ്ട് എന്ന കാര്യം എടുത്തു പറയുകയാണ്. നോക്കൂ, അദ്ദേഹം പോലും ഇവിടെ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും നമ്മുടെ കേരളത്തെ വലിയ രീതിയിൽ എന്താ പറയാ ഒന്ന് പ്രകീർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം, യഥാർത്ഥ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് സംസാരിച്ചൊന്നും നമ്മൾ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് കണ്ടിട്ടില്ല. പക്ഷേ നോക്കൂ, നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ ആകട്ടെ, അദ്ദേഹം പറയുന്നു, ഞാൻ അഭിമാനിക്കുന്നു കേരളത്തിന്റെ ഗവർണർ ആയതിൽ. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, വ്യവസായ രംഗത്ത്, അങ്ങനെ എല്ലാ രംഗത്തും ഒന്നാമതാണ് ഈ സംസ്ഥാനം കേരളം. മാത്രവുമല്ല, കേരളത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചവിട്ടിത്താഴ്ത്താൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ, ആ വസ്തുതകളൊക്കെ തുറന്നു പറയാൻ അദ്ദേഹം മടിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സർക്കാരിനൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും മാധ്യമങ്ങളിൽ ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നു പോലും. അത് ഒക്കെ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഗവർണറും സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കേരളം ഇനിയും ഒരുപാട് മുന്നേറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എന്തായാലും ഗവർണർ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലൊരു വിധി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വരുമ്പോൾ, നോക്കൂ, VD സതീശനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സുരേന്ദ്രനെ പോലുള്ള, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വരാത്തത്? അത്തരത്തിലുള്ള ഒരു വിധി ഞങ്ങൾ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ പറയാത്തത് എന്ന് ചോദിച്ചാൽ, അവരുടെ ഒരു ചട്ടുകമായിട്ട് സത്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അതായത് ഒരു പ്രതിപക്ഷത്തെ പോലെ സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ സമയത്ത് ഒരു പ്രതിപക്ഷത്തെ പോലെ ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ കേന്ദ്രം, അതായത് BJP-യും അതുപോലെ തന്നെ ഈ കോലീബി സഖ്യം ഇറക്കിവിട്ട, കുപ്പിയിൽ നിന്ന് ഇറക്കിവിട്ട ഭൂതമാണോ എന്ന് പോലും പല ഘട്ടത്തിലും നമുക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെ? മാത്രവുമല്ല, കേരളത്തിന്റെ ഗവർണർ കേരളത്തെ പറ്റി പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി മാധ്യമങ്ങളിൽ കേരളത്തെ അപകീർത്തിക്കൊണ്ടുള്ള പല രീതിയിലുള്ള വാർത്തകൾ വന്ന് നിറയുമ്പോഴും സത്യത്തിൽ നമുക്ക് പോലും അപമാനം തോന്നിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ ഓർത്തിട്ട്. കാരണം അദ്ദേഹം ഒരു പത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ദേശീയ മാധ്യമത്തിന്റെ ഒരു ഫ്രണ്ട് ലൈൻ ആകാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത്, കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നതൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തോ ആകട്ടെ, എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി ഏറെ ആശ്വാസകരമാണ്, സ്വാഗതാർഹമാണ്. എന്തായാലും ഈ വിധി സത്യത്തിൽ ഈ സംസ്ഥാനത്തിന് എതിരായിട്ടുള്ള ശത്രുതാ മനോഭാവത്തോടെ ചില നിലപാട് സ്വീകരിക്കുന്ന ഗവർണർമാർക്കുള്ള വലിയ തിരിച്ചടിയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.